എന്താ? അവൻ സംശയം മാറാതെ ചോദിച്ചു. അതെ അശ്വിൻ, അവൾ നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു അവൾക്ക്. എന്നോട് പറഞ്ഞിട്ടുണ്ട് നിന്നോട് അവൾക്ക് തോന്നിയ ഇഷ്ടം. അത് ആദ്യം പറയുന്നതും എന്നോടാണ്. നിന്നോട് പറയാൻ അവൾക്ക് പേടിയായിരുന്നു. നീ അവൾ പണമുള്ള വീട്ടിലെ ആണെന്ന് അറിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യുമോ എന്നൊക്കെയുള്ള പേടിയായിരുന്നു അവൾക്ക്. അതുകൊണ്ട് അവള് പക്ഷേ അവസാനം മരിക്കുമ്പോൾ അവള് അവൾ ഗർഭിണിയായിരുന്നു അശ്വിൻ. സിദ്ധു പറയുന്ന ഓരോ വാക്കുകളും അവൻ്റെ നെഞ്ചിലേക്ക് തുളച്ച് കയറിക്കൊണ്ടിരുന്നു. എപ്പോഴും തന്നെ കാണുമ്പോൾ ചിരിക്കുന്ന പെണ്ണ്, നിറഞ്ഞ ചിരിയോടെ തന്നെ നോക്കുന്ന പെണ്ണ്, അവസാനം എന്തിനോ സോറി പറയുന്നു. അവൾ എന്നെ സ്നേഹിച്ചിട്ട് മറ്റൊരുത്തൻ്റെ കുഞ്ഞിനെ ചുമന്നതുകൊണ്ടായിരുന്നോ അങ്ങനെ? അശ്വിൻ ചിന്തിച്ചു. അശ്വിൻ എന്തോ ചിന്തിച്ചു നിൽക്കുന്ന അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് സിദ്ധു വിളിച്ചു. സർ, എന്താ ഈ പറയുന്നേ? അവൻ സംശയത്തോടെ ചോദിച്ചു. സത്യം ഞാൻ പറഞ്ഞത്. സിദ്ധിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സിദ്ധിയുടെ മരണത്തിൽ ഞാൻ നിന്നെ സംശയിച്ചിട്ടുണ്ട് അശ്വിൻ. ഞാൻ ഞാൻ കരുതി നീയായിരിക്കും അവളെ ആവശ്യം കഴിഞ്ഞിട്ട്. സിദ്ധു ബാക്കി പറയാതെ നിർത്തി. അശ്വിൻ എല്ലാം കേട്ട് ഒന്നും തിരികെ പറയാനാകാൻ നിൽക്കുകയായിരുന്നു. അശ്വിൻ, ഞാൻ പിന്നെ സോറി. സിദ്ധു അവൻ്റെ കൈകൾ രണ്ടും കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്തിനാ? ഞാനല്ല അവളെ. എനിക്ക് പറ്റുമോ അതിന്? അമ്മമ്മോളെപ്പോലെ ഒരു പെങ്ങളുള്ള എനിക്ക് മറ്റൊരു പെൺകുട്ടിയെ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമോ? ഒന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. ഒന്നും അങ്ങനെ ഒരു ഇഷ്ടം പോലും ഞാൻ. അശ്വിൻ ആകെ വല്ലാതെയായി. എൻ്റെ കൈകൾ വിറച്ചു, ശബ്ദമിടറി. അശ്വിൻ, എനിക്കറിയാം നീയല്ല അതൊന്നും. നിനക്കതിനൊന്നും സാധിക്കില്ല എന്നൊക്കെ. നീ അമ്മുവിനെ സ്നേഹിക്കുന്നത് നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. പക്ഷെ അശ്വിൻ, ഒരു പെൺകുട്ടി, നിന്റെ കോളേജിൽ ഒപ്പം പഠിച്ച ഒരു പെൺകുട്ടിയാ എന്നോടും തരുണിനോടും പറഞ്ഞത്. ഞങ്ങളെ രണ്ടുപേരെയും ആ കുട്ടിയാണ് തെറ്റിദ്ധരിപ്പിച്ചത്. എന്ത്? ഏത് പെൺകുട്ടി? അശ്വിൻ സംശയത്തോടെ വീണ്ടും ചോദിച്ചു. അതറിയില്ല. ഞങ്ങൾ സിദ്ധിയുടെ കാര്യം അന്വേഷിക്കാൻ കോളേജിൽ വന്നപ്പോൾ ആ പെൺകുട്ടി ഇങ്ങോട്ട് വന്നാണ് ഞങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ആ കുട്ടി പറഞ്ഞത് നീയും സിദ്ധിമോളും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്നാണ്. വാട്ട്? അശ്വിൻ സംശയത്തോടെ വീണ്ടും ചോദിച്ചു. അതെ, അങ്ങനെ ആ കുട്ടി പറഞ്ഞത്. അതുകൊണ്ടാ ഞങ്ങൾ നിന്നെ തെറ്റിദ്ധരിച്ചത്. മരണത്തിന് ശേഷമാണ് അവൾ ഗർഭിണിയാണെന്ന് ഞങ്ങൾ അറിയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉത്തരവാദി ആരായിരുന്നുവെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ പല ചോദ്യങ്ങളും ബാക്കി വെച്ചിട്ട് അവൾ പോയത്. അന്വേഷിച്ച് കോളേജിൽ വന്നപ്പോൾ നീയും അവളും തമ്മിലുള്ള ഇഷ്ടം ഞങ്ങൾ അറിയുന്നത്. അവൾ ഓൾറെഡി എന്നോട് നിന്നോട് തോന്നിയ ഇഷ്ടം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ കരുതി നിങ്ങൾ തമ്മിൽ പിന്നീട് ഇഷ്ടത്തിലായി കാണുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചത്. സിദ്ധു അശ്വിനെ നോക്കി ഓരോന്ന് പറയുമ്പോഴും അവന് ഒന്നും തിരിച്ചു പറയാനാകാതെ നിൽക്കുകയായിരുന്നു. എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു. അത്ര അതിശയത്തോടെ ഇരിക്കുകയായിരുന്നു അശ്വിൻ. അവൾ അവനെ സ്നേഹിച്ചിട്ടുണ്ടെന്നുള്ളത് അവന് പുതിയൊരു അറിവായിരുന്നു. അശ്വിൻ, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടിട്ട് നിനക്കെന്നെ തല്ലോ ചീത്ത പറയോ എന്തു വേണേലും ചെയ്യാം. പക്ഷെ ഇനി പറയുന്ന കാര്യങ്ങൾ നമ്മൾ രണ്ടുപേരും മാത്രമേ അറിയാവൂ. പ്രത്യേകിച്ച് അമ്മു അറിയാൻ പാടില്ല. സിദ്ധു പറഞ്ഞതും അവൻ സംശയത്തോടെ സിദ്ധുവിനെ നോക്കി. അത് അശ്വിൻ, സിദ്ധി മരിക്കാൻ കാരണം നീയാണെന്ന് തെറ്റിദ്ധരിച്ച് ഞാൻ അമ്മുവിനെ സ്നേഹിച്ചത് ആ വാശിക്കാണ്. നിന്നോടുള്ള വാശിക്ക്. നിന്റെ പെങ്ങളെ വെച്ച് നിന്നോട് പകരം ചോദിക്കാനെന്ന രീതിയിലാണ് ഞാനവളെ സ്നേഹം കാണിച്ച്. ഡാ! സിദ്ധു ബാക്കി പറയാൻ തുടങ്ങിയതും അശ്വിൻ അവൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു. അശ്വിൻ, ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്ക്. സിദ്ധു അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ട, മതി. എനിക്കിനി ഒന്നും കേൾക്കണ്ട. നീ അപ്പോൾ ഞങ്ങളെ എല്ലാവരും ചതിക്കായിരുന്നു അല്ലേ? എൻ്റെ മോളെ സ്നേഹം കാണിച്ച് നീ കൂടെ നിർത്തി ചതിക്കാനായിരുന്നു പരിപാടി അല്ലേടാ? അശ്വിൻ ദേഷ്യത്തോടെ അവൻ്റെ ഷർട്ടിൽ കുത്തി പിടിച്ചുകൊണ്ട് ചോദിച്ചു. അശ്വിൻ, ഞാൻ പറയുന്നത് മുഴുവൻ താൻ കേൾക്ക്, എന്നിട്ട് താൻ എന്ത് വേണമെങ്കിലും ചെയ്തോ. സിദ്ധു ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഇനി ഞാൻ എന്താ കേൾക്കേണ്ടത്? എനിക്കിനി ഒന്നും കേൾക്കാനില്ല. നിന്നെ ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചിന്തിച്ചില്ല. എൻ്റെ മോളെ നിന്റെ മനസ്സിൽ ഇങ്ങനൊരു ചിന്തയായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. ബഹുമാനമായിരുന്നു നിന്നോട്, ബഹുമാനം മാത്രം. എന്നിട്ട് നീ. അശ്വിൻ ദേഷ്യം കൊണ്ട് വിറച്ചു. നീ കേൾക്കണം, നീ കേട്ടേ പറ്റുള്ളൂ. എനിക്ക് പറയാനുള്ള മുഴുവനും നീ കേട്ടിട്ടേ പോകുള്ളൂ. സിദ്ധു ദേഷ്യത്തോടെ അവൻ്റെ കൈകളെ തൻ്റെ ഷർട്ടിൽ നിന്നും പിടിച്ചു മാറ്റിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അശ്വിൻ ദേഷ്യത്തോടെ അവനെ തിരികെ നോക്കി. അശ്വിൻ, ഞാൻ പറയുന്നത് മുഴുവൻ നീ കേൾക്ക്. ചെയ്തത് തെറ്റാണ്. ഒരിക്കലും ഞാൻ ആ തെറ്റിനെ ന്യായീകരിക്കില്ല. നീ എൻ്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു നോക്കണം. സ്വന്തം മോളെപ്പോലെ സ്നേഹിച്ചതാണ് ഞാൻ എൻ്റെ സിദ്ധിമോളെ. അമ്മുവിനെ സ്നേഹിക്കുന്ന നിനക്ക് അത് മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പെട്ടെന്നൊരു ദിവസം അവളെ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സഹോദരൻ്റെ വേദന നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? സ്ഥാനത്ത് നീ അമ്മുവിനെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇപ്പം എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു എന്ന് നീ അറിഞ്ഞപ്പോൾ നിന്റെ പ്രതികരണം ഇങ്ങനെയാണെങ്കിൽ, നീ പറഞ്ഞതുപോലെ സാറെന്ന് വിളിച്ച് നീ ബഹുമാനം തന്ന എന്നോട് ഇപ്പം ഇങ്ങനെ പ്രതികരിച്ചെങ്കിൽ, നാളെ നിന്റെ പെങ്ങളെ ഞാൻ അങ്ങനെ യൂസ് ചെയ്താൽ നിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും അശ്വിൻ? അപ്പോൾ നീയും എന്നെപ്പോലെ ചിന്തിക്കുള്ളൂ അശ്വിൻ. എന്നെപ്പോലെ നീയും പെരുമാറുള്ളൂ. ശരിയാ, എൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് മിസ്റ്റേക്ക് പറ്റി. സത്യം എന്തെന്നറിയാതെ ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. അവളെ സ്നേഹം കാണിച്ച് എൻ്റെ കൂടെ നിർത്തി. അവളെ ഞാൻ വിശ്വസിപ്പിച്ചു. എല്ലാം ശരിയാണ്. പക്ഷെ അശ്വിൻ, നീ ഒരു കാര്യം ഓർക്കണം. വാശിക്ക് സ്വന്തമാക്കാൻ തന്നെയാണ് ഞാൻ അമ്മുവിനെ സ്നേഹിച്ചത്.
നിന്നോടുള്ള വാശി. പക്ഷെ ഇന്നവൾ എൻ്റെ ജീവനാ, എൻ്റെ പ്രാണനാ, എൻ്റെ പെണ്ണ്. എൻ്റെ ജീവൻ്റെ ഓരോ തുടുപ്പിലും എൻ്റെ അമ്മുവാ. നീയായിരുന്നു അതിൻ്റെ പിന്നിലെന്ന് ഞാൻ ചിന്തിച്ചിരുന്ന സമയത്തും നിന്നോടുള്ള ദേഷ്യം ഒരറ്റത്ത് അങ്ങനെ കിടക്കുമ്പോഴും അവളോടുള്ള പ്രണയമായിരുന്നു എൻ്റെ മനസ്സിൽ മുഴുവൻ. ഇന്ന് നീയല്ല അതിന് ഉത്തരവാദി എന്നറിഞ്ഞപ്പോൾ ആ സ്നേഹത്തിൻ്റെ ഇരട്ടി കൂടിയിട്ടേ ഉള്ളൂ അശ്വിൻ. എനിക്ക് എൻ്റെ അമ്മ ഇല്ലാതെ പറ്റില്ല. നീ ഇനി അവളെ ഇതിൻ്റെ പേരിൽ എന്നിൽ നിന്നും അകറ്റാൻ നോക്കിയാലും നടത്തില്ല ഞാൻ. അവളില്ലെങ്കിൽ, എൻ്റെ അമ്മ ഇല്ലെങ്കിൽ പിന്നെ ഈ സിദ്ധു ഇല്ല. എനിക്കിന്ന് ആകെ എൻ്റേതെന്ന് പറയാനുള്ളത് എൻ്റെ അമ്മവും മുത്തശ്ശിയാണ്. അതുകൊണ്ട് ഇനി എന്തിൻ്റെ പേരിലായാലും അവളെ ഞാൻ എന്നിൽ നിന്നും പറിച്ചെറിയാൻ സമ്മതിക്കില്ല. സിദ്ധു ദേഷ്യത്തോടെ പറഞ്ഞെങ്കിലും അവൻ്റെ കണ്ണുകൾ എന്തിനോ നിറഞ്ഞിരുന്നു. അശ്വിൻ ഒന്നും മിണ്ടാതെ അവനെ നോക്കി. സിദ്ധു നിറഞ്ഞു വന്ന കണ്ണുനീരിനെ തുടച്ചുകൊണ്ട് അശ്വിനെ നോക്കി. പിന്നെ അവൻ്റെ ഇരു കൈകളും എടുത്ത് കൂട്ടിപ്പിടിച്ചു. അശ്വിൻ, ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടോ എൻ്റെ അമ്മുവിനെ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത് അവളെ. ഇന്നവളുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയ സമയത്ത് അവളോട് എനിക്ക് ഒരു ദേഷ്യവും വാശിയും ഇല്ലായിരുന്നു. മറിച്ച് എൻ്റെ അമ്മുവിനോട് പ്രണയം മാത്രമായിരുന്നു. എന്നോട് ക്ഷമിക്കണം പ്ലീസ്. എനിക്ക് മാപ്പ് തരണം. ഞങ്ങളെ തമ്മിൽ നീ പിരിക്കരുത്. സിദ്ധു അവൻ്റെ കൈകളിൽ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. ഞാൻ ആരെയും തമ്മിൽ പിരിക്കാൻ വരുന്നില്ല. അല്ല, ഇനിയിപ്പോൾ ഞാനിതൊക്കെ ചെന്ന് അവളോട് പറഞ്ഞാലും അവൾ ഇതൊന്നും വിശ്വസിക്കാനും പോകുന്നില്ല. കാരണം എനിക്കറിയാം അവൾ എത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അവളുടെ മനസ്സിൽ എത്രത്തോളം നിങ്ങൾ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടെന്ന് അവളുടെ സഹോദരനായ എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ഇപ്പോൾ ചെന്ന് ഞാൻ അവളോട് പറഞ്ഞാലും അവളിതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. കാരണം അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് നിങ്ങളെ, അത്രയ്ക്ക് വിശ്വാസം അവൾക്ക്. പക്ഷേ എന്തെങ്കിലും ഒരിക്കൽ അവൾ ഈ സത്യങ്ങൾ അറിയും. സത്യം എല്ലാ കാലവും ആരിൽ നിന്നും മൂടി വയ്ക്കാനാവില്ല. അന്ന് അവളായിട്ട് ഈ സത്യങ്ങൾ അറിഞ്ഞ് അവൾ എന്ത് തീരുമാനം എടുക്കുന്നോ അന്ന് ഞാൻ അവളുടെ ഒപ്പം നിൽക്കും. അതല്ലാതെ ഞാൻ അവളെ ഒന്നും പറഞ്ഞ് നിങ്ങളിൽ നിന്നും തിരിപ്പിക്കാൻ നോക്കില്ല. അതും പറഞ്ഞ് സിദ്ധു പിടിച്ചിരുന്ന കൈകളെ വിടിയിച്ചുകൊണ്ട് അശ്വിൻ പോകാൻ ശ്രമിച്ചു. അവനോട് നല്ല ദേഷ്യമുണ്ടെന്ന് സിദ്ധുവിന് മനസ്സിലായി. അവൻ പോകാൻ തുടങ്ങിയതും സിദ്ധു അവനെ പുറകിൽ നിന്നും വിളിച്ചു. അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ തിരിഞ്ഞു നോക്കി. എനിക്കെന്നോട് ദേഷ്യമാണോ? സിദ്ധു സംശയത്തോടെ അശ്വിനോട് ചോദിച്ചു. എനിക്ക് ഇത്രയൊക്കെ കേട്ടിട്ട് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങളോട് ദേഷ്യം കാണിക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല. കാരണം അവൾ എൻ്റെ പെങ്ങളായിപ്പോയില്ലേ. ഞാൻ എൻ്റെ മോളെ പോലെ കരുതി അവളെ നോക്കിയിട്ടുള്ളത്. എൻ്റെ മോളെ സ്നേഹം കാണിച്ച് ചതിച്ചവനെ പോയിട്ട് പൂജിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ സർ. എല്ലാ സത്യവും അറിഞ്ഞ് എൻ്റെ അമ്മു നിങ്ങളോട് ക്ഷമിച്ചാൽ മാത്രമേ ഇനി നമ്മൾ തമ്മിൽ ഒരു നല്ല സൗഹൃദ ബന്ധം ഉണ്ടാവുകയുള്ളൂ. അതുവരെ ഇങ്ങനെ പോകട്ടെ. അതും പറഞ്ഞ് അശ്വിൻ അകത്തേക്ക് കയറിപ്പോയി. സിദ്ധു അവൻ പോകുന്നത് വിഷമത്തോടെ നോക്കി നിന്നു. അഭിയേട്ടൻ എവിടെയേട്ടാ? അകത്തേക്ക് കയറി വരുന്ന അശ്വിനെ കണ്ട് കുളിച്ചിട്ടിറങ്ങിയ അവൾ സംശയത്തോടെ ചോദിച്ചു. പുറത്ത് നിപ്പുണ്ട് മോളെ. അശ്വിൻ അവളെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ച് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയതും അവളും ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അവനെ നോക്കി. അവൾ പുറത്തിറങ്ങി നോക്കിയതും അവിടെ നിൽക്കുന്ന സിദ്ധുവിനെയാണ് കണ്ടത്. അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് നടന്നു. അവളെ കണ്ടതും അവനും തിരികെ പുഞ്ചിരിച്ചു. ഏട്ടനെന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? അവൾ സംശയത്തോടെ അവനോടായി ചോദിച്ചു. ഒന്നുമില്ലടാ, ഞാൻ അശ്വിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. പിന്നെ ഇവിടേക്കൊന്ന് കാണാമെന്ന് കരുതി. അവൻ പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു. എന്നിട്ട് എല്ലായിടത്തും ചുറ്റിക്കണ്ടോ? അവൾ വീണ്ടും സംശയത്തോട് ചോദിച്ചു. ആ, ചെറുതായിട്ട്. അവനും ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. അഭിയേട്ടാ, മുത്തശ്ശിക്ക് അവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് പോകാം. അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു. വീട്ടുകാരുടെ കാര്യത്തിൽ അവലാതി കാണിക്കുന്ന അവളെ ഒരു നിമിഷം അവൻ നോക്കി നിന്നു. എന്താ അഭിയേട്ട ഇങ്ങനെ നോക്കുന്നേ? അവൻ്റെ നോട്ടം കണ്ട് അവൾ വീണ്ടും ചോദിച്ചു. ഒന്നുമില്ല. അവനൊന്നുമില്ലെന്ന് ചുമലനക്കി. മുത്തശ്ശിയുടെ കൂടെ കിടക്കാൻ ഒരു ചേച്ചി വരും. അവൻ അവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് അവളും പുഞ്ചിരിച്ചുകൊണ്ട് അവനെ നോക്കി. എങ്കി വാ, നമുക്ക് അകത്തേക്ക് പോകാം. അവൾ പറഞ്ഞതും അവൻ ചിരിയോടെ അവളുടെ ഒപ്പം അകത്തേക്ക് കയറി. രാത്രിയിൽ എല്ലാവരും ഫുഡ് കഴിക്കാൻ കൂടിയിട്ടുണ്ട്. സിദ്ധുവിൻ്റെ അടുത്ത് അമ്മുവും അമ്മുവിൻ്റെ അടുത്ത് അശ്വിനും അതിൻ്റെ അടുത്തായിട്ട് പപ്പയും മമ്മിയും ഇരിപ്പുണ്ട്. സിദ്ധു അശ്വിനെ നോക്കുന്നുണ്ടെങ്കിലും അവൻ സിദ്ധുവിനെ മൈൻഡ് ചെയ്യാതെ ആഹാരം വിളമ്പി കഴിക്കാൻ തുടങ്ങി. അമ്മുവിൻ്റെ പപ്പയും മമ്മിയും ആഹാരം കഴിപ്പിക്കുന്ന തിരക്കിലായിരുന്നു. ഇതെന്താ അളിയന്മാർ രണ്ടുപേരും ഒന്നും മിണ്ടാതിരിക്കുന്നേ? അവരുടെ രണ്ടുപേരുടെയും നടുവിലിരിക്കുന്ന അമ്മു ചിരിച്ചുകൊണ്ട് ഇരുവരെയും നോക്കി ചോദിച്ചു. ഒന്നുമില്ല അമ്മൂട്ടാ, കഴിക്കുന്ന തിരക്കിലായതുകൊണ്ടാ. അശ്വിൻ അവളെ നോക്കി ചിരിയോടെ പറഞ്ഞതും അവളും പുഞ്ചിരിച്ചു. ഞാനിത് ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു നേരമായി. നിങ്ങൾ എപ്പോഴും കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചിരിക്കുന്നതല്ലേ? ഇപ്പോൾ കുറച്ചു നേരമായിട്ട് രണ്ടുപേരും പരസ്പരം ഒന്നും മിണ്ടുന്നത് കൂടിയില്ലല്ലോ. അവളുടെ പപ്പയാണ് സംശയത്തോടെ അവരെ രണ്ടുപേരെയും നോക്കി ചോദിച്ചത്. അയ്യോ, അങ്ങനെയൊന്നുമില്ല പപ്പേ. എന്ത് പറയാനാ? പിന്നെ ആഹാരം കഴിക്കുമ്പോൾ ചുമ്മാ കിടന്ന് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് മിണ്ടാതിരുന്നേ ഉള്ളൂ. സിദ്ധു ചിരിച്ചുകൊണ്ട് അശ്വിനെ നോക്കി പറഞ്ഞു. ആ നിമിഷം അശ്വിനും അവനെ ഒന്ന് നോക്കി. അമ്മുവിന് അവരുടെ കാര്യത്തിൽ എന്തൊക്കെയോ സംശയം തോന്നിയിരുന്നു. സാധാരണ അശ്വിനാണ് അവനോട് അങ്ങോട്ട് കയറി മിണ്ടുന്നത്, ഓരോന്ന് ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ഇന്ന് അവൻ തീർത്തും സൈലന്റ് ആയിരുന്നു. അവനാണെങ്കിൽ ഒന്നും മിണ്ടുന്നത് കൂടിയില്ല. ആർക്കോ വേണ്ടി ഒന്ന് പുഞ്ചിരിക്കുന്നത് പോലെ എന്തെങ്കിലും പറയുമ്പോൾ ഒന്ന് ചിരിക്കും. ആഹാരം കഴിച്ചു കഴിഞ്ഞതും അശ്വിൻ ആരെയും നോക്കാതെ എഴുന്നേറ്റ് കൈ കഴുകാൻ പോയി. സിദ്ധു അവൻ്റെ ഓരോ പ്രവൃത്തിയും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അമ്മുവിനും എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി തുടങ്ങി. കിടക്കാൻ മുറിയിൽ പോകുമ്പോൾ സിദ്ധുവിനോട് ഒക്കെ ചോദിക്കണമെന്ന് അവൾ മനസ്സിൽ കരുതി.
സിദ്ധുവും അശ്വിനും തമ്മിൽ പഴയതുപോലെ ഒരു ഫ്രണ്ട്ലി സംസാരം ഇല്ലാത്തത് അതിൻ്റെ കാരണം എന്താണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മു. എന്നാലും എന്തായിരിക്കും, അവർ രണ്ടുപേരും സംസാരിക്കാൻ പോകുന്നതിൻ്റെ തൊട്ടു മുമ്പ് വരെ നല്ല സന്തോഷത്തിലായിരുന്നല്ലോ ഇരുവരും. പക്ഷെ സംസാരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവർ തമ്മിൽ അങ്ങനെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടില്ല. ഞാൻ കരുതിയത് എനിക്ക് മാത്രം തോന്നിയ സംശയമാണെന്ന്. പക്ഷേ അല്ല, മമ്മിക്കും പപ്പയ്ക്കും അതേ സംശയം തോന്നി. അപ്പം അതിലെന്തോ ഉണ്ടല്ലോ അല്ലേ? എന്തായിരിക്കും അത്? അവൾ ഓരോന്നും ആലോചിച്ചുകൊണ്ടിരുന്നു. കുളിച്ച് ഫ്രഷായി ബാത്റൂമിൽ നിന്നും ഇറങ്ങിയ സിദ്ധു കാണുന്നത് എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന അമ്മുവിനെയാണ്. അവൻ്റെയും അശ്വിൻ്റെയും കാര്യത്തിൽ അവൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാകുമോ എന്ന് സിദ്ധുവിന് ഒരു നിമിഷം അവളുടെ ആലോചന കണ്ട് സംശയം തോന്നിയിരുന്നു. എന്തു വന്നാലും അമ്മു ഒന്നും അറിയരുതെന്ന് അവൻ മനസ്സിൽ ചിന്തിച്ചു. അവൾ തന്നിൽ നിന്നും അകന്നു പോകുന്നത് അവൻ ഓർക്കാൻ പോലും പറ്റുന്നില്ല. അതുകൊണ്ട് എന്തു വന്നാലും അവൾക്കൊരു ഡൗട്ടും തോന്നരുതെന്നും എന്തെങ്കിലും ഒരു സംശയം അവളുടെ മനസ്സിൽ കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ ഇല്ലാതാക്കണമെന്നും അവൻ മനസ്സിൽ ചിന്തിച്ചു. എന്താ അമ്മൂട്ട നീ ആലോചിച്ചു കൂട്ടുന്നേ? അവൻ്റെ സംശയം പുറമേ കാണിക്കാതെ തന്നെ അവൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. ഒന്നുമില്ല അഭിയേട്ടാ. അവനോട് അതിനെപ്പറ്റി ചോദിക്കണോ വേണ്ടായോ എന്നുള്ള സംശയത്തിൽ അവൾ അവനെ നോക്കി പറഞ്ഞു. അല്ലല്ലോ, എൻ്റെ അമ്മുവിന് മനസ്സിൽ എന്തോ ഉണ്ടല്ലോ. എന്നോട് പറയാൻ പറ്റുകയാണെങ്കിൽ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമാണെങ്കിൽ ഞാൻ പരിഹരിക്കാം. അവൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് തല തുവർത്തി പറഞ്ഞു. അതഭിയേട്ടാ, പിന്നെ എനിക്കൊരു സംശയം. അവൾ അവനെ നോക്കി പറഞ്ഞതും അത് തന്നെയാണെന്ന് കാര്യം അവന് മനസ്സിലായി. എങ്ങനെയെങ്കിലും അവളുടെ മനസ്സിൽ തോന്നിയ സംശയം ഇല്ലാതെയാക്കണമെന്ന് അവൻ ആ നിമിഷം തോന്നി. എന്താ സംശയം? അവൻ ഒന്നും അറിയാത്തതുപോലെ പുരികം പൊക്കി ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. അത് അഭിയേട്ടനും ചേട്ടായും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്? അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ആര്? അശ്വിനുമായിട്ടാണോ? അവൻ തിരികെ ഒന്നും അറിയാത്തതുപോലെ വീണ്ടും ചോദിച്ചു. ആ അതെ. അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞതും സിദ്ധു ചിരിച്ചു. അഭിയേട്ടാ, ചിരിക്കാതെ കാര്യം പറയ്. ഞാൻ തമാശ പറഞ്ഞതല്ലല്ലോ, എൻ്റെ ഒരു സംശയം ചോദിച്ചതല്ലേ. അവൻ ചിരിക്കുന്നത് കണ്ട് അവൾ കുറുമ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. നീ എന്താ അമ്മു ഈ പറയുന്നേ? ഞാനും അശ്വിനും തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടാകാനാ? അവൻ അവളുടെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് ചോദിച്ചു. അതല്ല അഭിയേട്ടാ, ഞാൻ നിങ്ങൾ സംസാരിച്ചിട്ട് വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുക. നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഒന്നും മിണ്ടുന്നില്ല. പഴയതുപോലെ ഒന്നും സംസാരിക്കുന്നില്ലായിരുന്നു. കഴിക്കാനിരുന്നപ്പോൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഒന്നും സംസാരിച്ചില്ലല്ലോ. പപ്പയ്ക്കും മമ്മിക്കും ഒക്കെ അതിൽ സംശയം തോന്നി. എനിക്കും അത് കണ്ടിട്ട് എന്തോ പോലെ തോന്നി. അതുകൊണ്ടാ ഞാൻ അഭിയേട്ടനോട് ചോദിച്ചേ. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിഷ്കളങ്കമായി പറഞ്ഞു. അങ്ങനെ ഒരു പ്രശ്നവും ഞങ്ങൾ അളിയന്മാർ തമ്മിൽ തൽക്കാലം ഇപ്പം ഇല്ല. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് അറിയില്ല. അവൻ ചിരിച്ചുകൊണ്ട് കൈമലർത്തി കാണിച്ച് പറഞ്ഞതും അവൾ ആണോ എന്നുള്ള രീതിയിൽ അവനെ നോക്കി. ഞാൻ സത്യം നിന്നോട് പറയുന്നേ, നിനക്ക് എന്നെ വിശ്വാസമില്ലേ? അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. എനിക്ക് എൻ്റെ അഭിയേട്ടനെ വിശ്വാസമാണ്. എൻ്റെ അഭിയേട്ടൻ ഒരിക്കലും എന്നോട് കള്ളം പറയില്ല. അവൾ ഉറച്ച വിശ്വാസത്തോടു കൂടി അവൻ്റെ കവളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞതും ഇന്ന് അവൻ്റെ മനസ്സിൽ എന്തോ ഒരു വിഷമം തോന്നി. അവൻ അവളെ കണ്ണെടുക്കാതെ തന്നെ നോക്കിയിരുന്നു.